الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുൽഹജ്ജ് 7 നമുക്ക്. മക്കയിൽ 8. അതായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇന്ന് മക്കയിൽ ആരംഭിക്കുന്നു എന്നർത്ഥം. ആ ദുൽഹജ്ജ് 8 രാവിലെ തന്നെ മിനയിലേക്ക് വാസസ്ഥലങ്ങളിൽ നിന്ന് ഹാജിമാർ പുറപ്പെടുന്നത്. ചിലരൊക്കെ ഇന്നലെ രാത്രി തന്നെ മിനയിൽ എത്തിയിട്ടുണ്ട് എന്നും വാർത്തകളിലൂടെ നമുക്കറിയാൻ കഴിയുന്നു. ഹജ്ജിന്റെ ദിനം ആരംഭിക്കുന്നത് ഇന്നാണ്. ദുൽഹജ്ജ് 8 മുതലാണ്. അപ്പോൾ നാളെ ശനിയായിരിക്കും മക്കയിൽ അറഫ. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ നഷ്ടപ്പെട്ടാൽ അവന് ഹജ്ജ് നഷ്ടപ്പെട്ടു. മറ്റേത് കർമ്മത്തിനും പ്രായശ്ചിത്തങ്ങളുണ്ട്, പരിഹാരങ്ങളുണ്ട്. ഒരു ഹാജിക്ക് ദുൽഹജ്ജ് 9 കുറച്ച് സമയമെങ്കിലും അറഫയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹജ്ജ് ചെയ്യാത്തവനെ പോലെയാണ് അവൻ. അതുകൊണ്ടാണ് ഹജ്ജിന് പോയി രോഗാവസ്ഥയിൽപ്പെടുന്നവരെ ആംബുലൻസുകളിൽ, ആശുപത്രിയിൽ നിന്ന് ആംബുലൻസുകളിൽ കുറച്ച് അരമണിക്കൂറെങ്കിലും അറഫയുടെ അതിർത്തിയിൽ കൊണ്ട് കിടത്തും. ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാനാണ്. ചിലപ്പോ ഓക്സിജൻ കൊടുക്കുന്ന രോഗിയായിരിക്കാം, മറ്റു ട്രിപ്പ് കൊടുക്കുന്ന ആളായിരിക്കാം. ഏതായാലും ആംബുലൻസിൽ അറഫയുടെ പരിധിക്കുള്ളിൽ കുറച്ചു നേരം, അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അറഫ ദിനത്തേക്കാൾ പിശാച് നിരാശനാകുന്ന മറ്റൊരു ദിനമില്ല. ഇബ്ലീസ് ഏറ്റവും നിരാശപ്പെടുന്ന ദിവസമാണ് അറഫ ദിനം. എങ്ങനെ നിരാശപ്പെടാതിരിക്കും ഇബ്ലീസ്? ഇബ്ലീസിന്റെ ലക്ഷ്യങ്ങൾക്ക് നേർവിപരീതമായൊരവസ്ഥയാണ് അറഫയിലുള്ളത്. ലക്ഷക്കണക്കിന് മനുഷ്യര് ഒരേ വേഷത്തിൽ ഛിദ്രത ആഗ്രഹിക്കുന്നു. ഇബ്ലീസ് കുടുംബത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉന്നത അധികാരത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കാനാണ് ഇബ്ലീസ് ഇഷ്ടപ്പെടുന്നത്. ആ അറഫയിൽ സമ്മേളിച്ച ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഭരണാധികാരികളുണ്ട്, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, പട്ടാള മേധാവികളുണ്ട്, അവയിൽ മന്ത്രിമാരും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്, കച്ചവടക്കാരും സാധാരണക്കാരുമുണ്ട്, മുതലാളിയും തൊഴിലാളിയുമുണ്ട്. വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇബ്ലീസിന് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു കാര്യം, രാജാവിന്റെ ചിഹ്നങ്ങളില്ല, പട്ടാള മേധാവിയുടെ സ്റ്റാറുകളില്ല, പോലീസ് അധികാരിയുടെ ബെൽറ്റുകളോ ചിഹ്നങ്ങളോ ഇല്ല. ഒരൊറ്റ മുണ്ടെടുത്ത് ഒറ്റ മുണ്ടുകൊണ്ട് തോളിലൂടെ പൊതിഞ്ഞ ഒരു രൂപം മാത്രം. അവരുടെ കണ്ഠങ്ങളിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, റബ്ബേ നിന്നിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു, നിന്റെ കാരുണ്യം ആശിച്ചുകൊണ്ട്, നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്നതാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ നിന്നുണ്ടാവുന്നത്. അതാണ് ഇബ്ലീസിന് ഏറ്റവും വലിയ വെള്ളിടി. ഷിർക്കിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിച്ച ഇബ്ലീസ് എല്ലാ ഷിർക്കിനെയും ഉപേക്ഷിച്ചു. ലാ ശരീക ലഹു, ഒരു പങ്കുകാരില്ല, ഷിർക്കില്ല, ശരീക്കില്ല, റബ്ബേ നീ മാത്രമാണ് ഇലാഹ്, നീ മാത്രമാണ് റബ്ബ്, അതുകൊണ്ട് നിന്റെ കാരുണ്യം തേടിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു. പലരെയും വിളിച്ചു തേടിയിരുന്ന മനുഷ്യരും ഒരുപക്ഷെ അവിടെ എത്തുമ്പോ അള്ളാഹുവിനോട് മാത്രം തേടുന്നു എന്ന, അപ്പോൾ പിന്നെ ഇബ്ലീസ് എങ്ങനെ നിരാശപ്പെടാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ പൂർണ്ണരൂപം വരുന്നത്, ഇന്ന് നാം ചെയ്യുന്ന ഹജ്ജിലെ അതിൻ്റെ പൂർണ്ണരൂപം വരുന്നത് ഹിജറ 10-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തതോടു കൂടിയാണ്. അതുവരെ അപൂർണമായിരുന്നു ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പല വിശ്വാസക്കാര്, പല ആചാരക്കാര്, പലവിധമുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഹിജറ 8-ാം കൊല്ലം വരെ കഅബയുടെ നിയന്ത്രണം മുശ്രിക്കുകൾക്കായിരുന്നു എന്നും നമുക്കറിയാം. 8-ാം കൊല്ലം മക്കം ഫത്ഹോടു കൂടിയാണ് മക്കയുടെ അധികാരം പ്രവാചകനിലേക്ക് വന്നു ചേരുന്നത്. അന്ന് തന്നെ വിഗ്രഹങ്ങളെ കഅബയിൽ നിന്ന് ഒഴിവാക്കി, നാട്ടിലുള്ള വിഗ്രഹങ്ങളും ഒഴിവാക്കപ്പെട്ടു. ഹിജറ 9-ാം കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് ഹജ്ജ് നടന്നത്. റസൂലുള്ളാഹി ഏൽപ്പിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഇനിയും കലർപ്പുകൾ പോകാനുണ്ട്. ഇപ്പോഴും നാട്ടിൽ നിന്ന് ആർക്കും വന്ന് ഹജ്ജ് ചെയ്യാം. അവിടെ വിഗ്രഹമില്ലെങ്കിലും ശിർക്കൻ വിശ്വാസങ്ങൾ, കുഫറിന്റെ വിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, പല നാട്ടുകാർ, പല ഗോത്രങ്ങൾ, പല രൂപത്തിൽ അപ്പോഴും ഹജ്ജിന് വന്നുകൊണ്ടിരുന്നു. ശുദ്ധമായിട്ടില്ല എന്നർത്ഥം. എന്തുകൊണ്ട് റസൂലുള്ളാഹി 10-ാം കൊല്ലം ഹജ്ജ് ചെയ്യാനുള്ള കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായ ശുദ്ധമായൊരു ഹജ്ജിന്റെ രൂപം 9-ാം കൊല്ലവുമായിട്ടില്ല. പല വിശ്വാസക്കാരപ്പോഴും വന്നുകൊണ്ടിരുന്നു. ഹജ്ജിന് വരുന്നവരെ തടയുന്ന രീതിയുമില്ലല്ലോ, ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല. പല വിശ്വാസക്കാരുണ്ട്, പല ആചാരക്കാരുണ്ട്, പല രൂപമുണ്ട്. ഹജ്ജിന്റെ പൊതുവായൊരു രൂപമുണ്ട് എന്നല്ലാതെ കൃത്യമായി ഓരോ അർക്കാനുകൾ, ഓരോ മൻസുക്കുകൾ, അത് ഹിജറ 10-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹജ്ജോട് കൂടിയാണ്
അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഹജ്ജിന് നേതൃത്വം കൊടുക്കാൻ റസൂലുള്ളാഹി നിയോഗിച്ചപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ മറ്റൊരു ദൗത്യമായി കൂടെ അയച്ചിരുന്നു. അയക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങി. സൂറത്ത് തൗബയിലെ 28-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, ശിർക്ക് ചെയ്യുന്നവർ മാലിന്യമാണ്, വൃത്തിയില്ലാത്തവരാണ്, അശുദ്ധിയുള്ളവരാണ് ശിർക്ക് ചെയ്യുന്നവർ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തുന്നവർ നജസാകുന്നു. അള്ളാണ് ഈ പറഞ്ഞത്, ആയത്താണ് സൂറത്ത് തൗബയിലെ 28. ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാം ബഅദ ആമിഹിം ഹാദാ, ഇക്കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിലേക്ക് അവരടുക്കാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല. ആദ്യമായി ഹറമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേൾക്കണം. ആദ്യമായി മക്ക ഹറമായി പ്രഖ്യാപിക്കണം. അവിശ്വാസികൾ, അന്യ സമൂഹങ്ങൾക്കൊന്നും ഇനി ഹറമിൻ്റെ അകത്തേക്ക് അന്നു മുതൽ ഇന്ന് വരെ അത് പാലിക്കപ്പെടുന്നു. കള്ളത്തരത്തിൽ കള്ള പാസ്പോർട്ടിൽ ആരും കിടക്കണം, അത് നമ്മളെ വിഷയമല്ല. കള്ള പാസ്പോർട്ടിൽ ആരെങ്കിലും അങ്ങോട്ട് കിടക്കണ്ടോ എന്ന് നമുക്കറിയില്ല, അത് നമ്മുടെ വിഷയമല്ല. അന്നു മുതൽ ഇന്ന് വരെ അത് പാലിക്കപ്പെടുന്നു. മുശ്രിക്ക്, ശിർക്ക് ചെയ്യുന്നവർ അങ്ങോട്ട് കിടക്കാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്നാ. പള്ളിയിൽ കിടക്കാൻ പാടില്ല എന്നല്ല, അടുക്കാൻ പാടില്ല. അതുകൊണ്ട് കിലോമീറ്ററുകളും വ്യാസത്തിലാണല്ലോ നമുക്കറിയാലോ ഹറം. ആ ഹറമിലേക്ക് അന്യ മതവിശ്വാസികൾക്കോ ആചാരക്കാർക്കോ കിടക്കാൻ പാടില്ല. ഇതേപോലെ റസൂലുള്ള മദീനയും ഹറമാക്കി പ്രഖ്യാപിച്ചു. മദീനയിലേക്കും ഒരു നിശ്ചിത ദൂരപരിധിയിൽ അവിശ്വാസികൾക്ക് പ്രവേശനം ഇല്ല. ഇന്നും അത് തുടരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് മുതൽ. അതിനു മുമ്പ് പല ഇളവുകൾ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിനു മുമ്പ് പല ഇളവുകൾ ഉണ്ടായിരുന്നു. നജറാനിലെ ക്രൈസ്തവർക്ക് പള്ളിയിൽ സൗകര്യം ചെയ്തു ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഓർഡർ ഇറങ്ങിയില്ലേ പാടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഒരു നിയമം ഇപ്പൊ വന്നു കഴിഞ്ഞാൽ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥ? ഇപ്പോഴും പ്രസംഗിക്കുക ആൾക്കാർ. അവിടെ മറ്റു സമുദായക്കാർക്ക് നബിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചിട്ടില്ലേന്ന്. അതിനുശേഷമല്ലേ ഈ ആയത്തിറങ്ങുന്നത്. നബി ഹറമായി പ്രഖ്യാപിച്ചു. ഹറമൈനി എന്നല്ലേ പറയണത്, അങ്ങനല്ലേ? ഹറമൈൻ. അവിടുത്തെ ഭരണാധികാരി ഖാദിമുൽ ഹറമൈൻ എന്നല്ലേ പറയാ. 2 ഹറമുകളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലത്. അത് പള്ളിയിലേക്കല്ല, വളരെ അകലെ, കിലോമീറ്ററുകൾ അകലെ വെച്ച് ഹറമിൻ്റെ അതിർത്തി ആരംഭിക്കും. അതിലേക്ക് മുസ്ലിമിന് മാത്രമേ പ്രവേശനമുള്ളൂ. അലി റളിയല്ലാഹുവിനെ അയച്ചത് ഈ വിഷയം പറയാനാ. ഹജ്ജിന് നേതൃത്വം കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. അലി 2 കാര്യങ്ങളാണ് പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചത്. ഒന്ന്, ഇനി ഒരു മുശ്രിക്കും ഹജ്ജിന് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. കാരണം അള്ളാഹ് പറഞ്ഞേക്കണം, മസ്ജിദുൽ ഹറാമിലേക്ക് അടുക്കരുത്. നഗ്നരായി ആരും തവാഫ് ചെയ്യരുത് കഅബ. അതുവരെ അതുണ്ടായിരുന്നു. തീരെ വസ്ത്രങ്ങളില്ലാതെ കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത് രണ്ടും നിരോധിക്കപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള പള്ളിയിൽ വേറെ ആൾക്കൊരു വിഷയവും ഇല്ലട്ടാ. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വരുന്നവർക്ക് മാത്രമുള്ളതാണ് പള്ളി എന്ന് ചുരുക്കം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദ് മാസം അവസാനത്തിൽ ഹജ്ജിന് പുറപ്പെടുകയാണ്. ഹിജറ 10-ാം കൊല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എന്ന് കേട്ടതോടുകൂടി സഹാബത്തിന് ഭയങ്കര ആവേശമായി. 100,000-ഓളം ആളുകളാണ് മദീനയിൽ നിന്ന് തന്നെ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ വരുന്നത്. വഴിയിൽ നിന്നുള്ള വിശ്വാസികൾ കൂടി. മക്കയിൽ അപ്പം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. കാരണം 8-ാം കൊല്ലം തന്നെ
മക്ക വിജയിച്ചു, മുസ്ലിങ്ങളെ നിയന്ത്രണത്തിലാണ്. അവരും കൂടി അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്. 1.25 ലക്ഷത്തോളം ആളുകളാണ് എന്നും 1,40,000 ആളുകളായിരുന്നു പ്രവാചകനോടൊപ്പം ആ ഹജ്ജിൻ്റെ കർമ്മത്തിൽ പങ്കാളികളായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോഴാണ്, അതോടുകൂടിയാണ് ഹജ്ജിൻ്റെ കൃത്യരൂപങ്ങളാവുന്നത്. റസൂല് ചെയ്യാണ്, അതനുസരിച്ച് റസൂൽ പറയാണ്, എന്നെ ശ്രദ്ധിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ മൻസക്കുകൾ, ഹജ്ജിൻ്റെ മനാസിക്കുകൾ എന്നിൽ നിന്ന് പകർത്തുക. അതുവരെ പൂർണ്ണമായിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ആവേശത്തോടെ സഹാബത്ത് പ്രവാചകനോടൊപ്പം അതിൽ ചെറിയതെടുക്കാൻ നമുക്ക് 1.25 ലക്ഷത്തോളം ആളുകൾ നബിയോടൊപ്പം ആ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ദുൽഹജ്ജ് 9 അറഫ സമ്മേളനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ച കഴിഞ്ഞപ്പോൾ ബത്തുനിൽ വാദി എന്ന അറഫയിലെ പ്രദേശത്ത് ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. നബിയുടെ മുഖം ആനന്ദം കൊണ്ട്, എന്താ ആനന്ദത്തിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്കും പ്രാർത്ഥനക്കും നേർച്ചക്കും ഏതിനും അർഹനായിട്ടുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അത് പറയാൻ അല്ലാഹു എന്നെ റസൂലായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയ നാട്ടിലേക്കാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത്. അപ്പേരിൽ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട, ബഹിഷ്കരിച്ച, പരിഹസിച്ച, കല്ലെറിഞ്ഞ ശഅബ് അബി താലിബിൽ മാസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വലഞ്ഞ, മരത്തിന്റെ ഇലകൾ ഞങ്ങൾ കഴിക്കേണ്ടി വന്നു എന്ന് സഹാബത്ത് പറഞ്ഞത്, മുശ്രിക്ക് നേതാക്കൾ വിലക്ക് പ്രഖ്യാപിച്ചു. ഊരുവിലക്ക് എന്നൊക്കെ പറയില്ലേ, ഒരാളും അവരെ സമീപിക്കരുത്, ആരും ഒന്നും കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്. പച്ചിലകൾ തിന്ന് വിശപ്പടക്കേണ്ടി വന്നു. ആടുകൾ കാഷ്ടിക്കുന്ന പോലെ ഞങ്ങൾ കാഷ്ടിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം നമുക്ക്. ആ പ്രദേശത്ത് സർവാധികാരിയായതാ ആ ആട്ടിയോടിപ്പിക്കപ്പെട്ട, ബഹിഷ്കരിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, ആക്ഷേപിതനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ശിർക്കില്ലാത്ത, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന 1 ലക്ഷം ജനങ്ങളുടെ മുമ്പിൽ അന്ന് ആ എണ്ണം ഭയങ്കര എണ്ണമാണ്. 1450 കൊല്ലം മുമ്പാണ്. അന്ന് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എണ്ണമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച അത് വെറും ആൾക്കാരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേട്ട് മനസ്സിലാക്കിയ, പൊരുൾ മനസ്സിലാക്കിയ ഖുർആന്റെ തഫ്സീറുകളാണ് എല്ലാം. നേരിട്ട് നബിയിൽ നിന്ന് കേട്ട ആ റസൂലുള്ളാഹ് അല്ലാഹ് പ്രഖ്യാപിച്ചു വന്ന്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങളുടെ ദീൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളിൽ പരിപൂർണമാക്കിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇസ്ലാം ദീൻ പൂർണ്ണമാവുകയാണ് ഈ കാണുന്നത്. ഈ ആയത്ത് റസൂലുള്ളാഹി ഓതിയപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അടുത്തിരിക്കുന്നവർ ചോദിച്ചു, എന്താ ഉമറേ കരയുന്നത്? സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം ദീൻ അല്ലാഹ് പൂർത്തീകരിച്ചതാണല്ലോ, നമുക്കല്ല തൃപ്തിപ്പെട്ടതാണല്ലോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി എന്നല്ല പറഞ്ഞത്. അത് കരയാൻ എന്തുണ്ട്? ഉമർ ഖത്താബ് പറഞ്ഞു, ഒരു സംഗതി പൂർത്തിയായാൽ പിന്നെ
താഴോട്ടായിരിക്കുമല്ലോ. റസൂലുള്ളാഹിയുടെ ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞു എന്ന സൂചന അതിലുണ്ട്. റസൂലുള്ളാഹിയുടെ വഫാത്ത് അടുത്തു എന്നൊരു സൂചന അതിലില്ലേ? ഇസ്ലാം ദീൻ പൂർത്തിയായല്ലോ. അത് ആലോചിച്ചിട്ട് കരഞ്ഞതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോ റസൂലിന്റെ ദൗത്യം റസൂൽ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം 23 കൊല്ലം കൊണ്ട് അള്ളാഹുവിൻ റസൂൽ ആ മാർഗത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് ലഭിച്ചതെല്ലാം നീ ജനങ്ങൾക്ക് എത്തിക്കണം. വ ഇല്ലം തഫ്അൽ, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗത റിസാലത്തുഹു, അള്ളാഹുവിൻ്റെ റിസാലത്തിൻ്റെ ദൗത്യം നീ നിർവഹിച്ചിട്ടില്ല എന്നർത്ഥം. വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു നിന്നെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊള്ളും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ഒരിക്കലും അല്ലാഹു ഹിദായത്താക്കുകയില്ല. അവരുടെ കുതന്ത്രങ്ങളെ, അവരുടെ അക്രമങ്ങളെ, അതിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കും. എന്തു വന്നാലും പതറാതെ അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ പൂർത്തിയാക്കുക തന്നെ വേണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. അതിലെ ആനന്ദവും പ്രവാചകന്റെ മുഖത്തുണ്ടായി എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രസംഗത്തിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചു, ഒന്നിച്ചില്ലാനും ലക്ഷം ജനങ്ങളോട് ചോദിച്ചു, അല ഹൽ ബല്ലഗ്ത്, ഞാൻ എത്തിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ഖാലൂ ബലാ, അവരൊന്നടങ്ക പറഞ്ഞു, അതേ റസൂലേ, താങ്കൾ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഈ കൂടിയിരിക്കുന്ന ലക്ഷം പറയുന്നു, അതേ റസൂലേ, റസൂല് അല്ലാഹ് ഏൽപ്പിച്ചത് എത്തിച്ചു തന്നിട്ടുണ്ട്. ഉടനെ റസൂലുള്ള ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, റബ്ബേ നീ സാക്ഷി നിൽക്കണേ, നീ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഈ ജനക്കൂട്ടം അത് പറയുന്നു, ഞാൻ അവർക്കത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. റബ്ബേ നീയായിരിക്കണം സാക്ഷി, നീ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അന്നത്തെ പ്രവാചകന്റെ പ്രസംഗത്തിലേക്ക്, പ്രഭാഷണത്തിലേക്ക് തിരിയാം. ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള എല്ലാവർക്കും സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ച പോലെ ദുൽഹജ്ജിൻ്റെ പിറവി മക്കയിൽ ഒരു ദിവസം മുന്നിലാണ്. പലർക്കും ഇന്ന് സംശയം തീർന്നിട്ടില്ല. അറഫയുടെ നോമ്പാണല്ലോ പിടിക്കുന്നത്, അറഫ ശനിയാഴ്ച ആണെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അറഫ നോമ്പ് ശനിയാഴ്ച അല്ലേ പിടിക്കേണ്ടത്? നമുക്ക് 9 ഞായറാഴ്ചയുമാണ്. ഏകദേശം ഒരു 40-50 കൊല്ലത്തിന് ശേഷം വന്ന ചർച്ചയും ചിന്തയുമാണത്. അതുവരെ അതില്ല. റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഏതൊരു നാട്ടിലുള്ള മുസ്ലിമിനും പിൻപറ്റാൻ ഉതകുന്ന വിധം ആർക്ക് എപ്പോൾ 9 ആകുന്നുവോ അപ്പോഴാണ് അവർ അറഫ നോമ്പ് പിടിക്കേണ്ടത്. എന്ത് തർക്കമുണ്ടെങ്കിലും നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന ഒരു മറുപടി മിമ്പറിൽ നിന്ന് കേൾക്കാം. അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കണ്ട.
ദീനിന്റെ ശരിയായ രൂപം റസൂലുള്ളാഹിയുടെ കാലത്തുള്ളതാണ്, സഹാബത്തുള്ള കാലത്താണ്. 1400 കൊല്ലം കഴിഞ്ഞിട്ട് തിരുത്തി ശരിയാകുന്ന ഏർപ്പാടില്ല. വളരെ ശ്രദ്ധിക്കണം ഈ പോയിന്റ് നിങ്ങൾ. ദീനിന്റെ പൂർത്തീകരണവും ഏറ്റവും ശരിയായ രൂപവും റസൂലുള്ളാഹിയുടെ കാലത്തായിരിക്കുമല്ലോ, സഹാബത്തിന്റെ കാലത്തായിരിക്കുമല്ലോ. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിയുന്തോറും ദൗർബല്യങ്ങളല്ലേ വരിക, നന്നാവുന്ന പ്രശ്നമുണ്ടാവില്ലല്ലോ. 1400 കൊല്ലം 14 നൂറ്റാണ്ട് നടന്ന പ്രക്രിയ തെറ്റായിരുന്നുവെന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വന്നാൽ ആ ദീനിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അറഫ നോമ്പ് നമുക്ക് 9 എന്നാണോ ഞായറാഴ്ച, അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഒന്നൂട്ടൊക്കെ നോമ്പ് പിടിക്കുന്നുണ്ട്, ഒരു വിരോധമൊന്നുമില്ല. അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിരോധമൊന്നുമില്ല, നല്ല ദിനങ്ങളാണല്ലോ പിടിക്കുക. അറഫയുടെ പേരിലുള്ള നോമ്പ് കാരണം നമ്മ 2.5 മണിക്കൂർ ഇപ്പുറത്താണ്. ഇന്തോനേഷ്യയിലേക്ക് പോയാലോ വീണ്ടും 2.5 മണിക്കൂർ പുറകില. അതേ ദിവസം ഇന്തോനേഷ്യക്കാര് അവരെ അറഫയുടെ അന്ന് നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചാൽ നോമ്പ് കഴിയും അറഫ തുടങ്ങുമ്പോ. അവരെ നോമ്പ് കഴിയും അറഫ തുടങ്ങും, അപ്പൊ മുന്നായി പോയി. അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും വിശ്വാസികളുണ്ട്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഇറാഖിലും ഈജിപ്തിലും ബഹ്റൈനിലും യമനിലും സിറിയയിലും പലസ്തീനിലും ഒക്കെ മുസ്ലിങ്ങളായി. മക്കയിൽ അറഫ നടക്കണം എന്തെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല, സിറിയയിൽ അറിയാൻ പറ്റില്ല. ഇവിടെയും സഹാബിയുണ്ട്, അവിടെയും സഹാബിയുണ്ട്. റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സഹാബി ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട്. ഈജിപ്തിലുണ്ട്, യമനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഇറാഖിലുണ്ട്, ബസ്രയിലും കൂഫയിലും സിറിയയിലും പലസ്തീനിലും ഒക്കെയുണ്ട്. മക്കത്തും മദീനത്തുമുണ്ട്. ഇവിടെ ഹജ്ജ് മക്കത്ത് കിടക്കുമ്പോ അവിടെ അറിയില്ലാന്ന് എന്നാ അറഫാന്നായി. അപ്പൊ അവര് എന്നാ പിടിക്ക? അവർക്ക് 9 എന്നാണോ അന്ന്. അതേ നമ്മളും പിന്തുടരേണ്ടതുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു സംശയം. റസൂലുള്ളാഹി 1.25 ലക്ഷം ജനങ്ങളോട് പ്രസംഗിക്കുമ്പോ എങ്ങനെ ഈ 1.4 ലക്ഷം ആള് മൈക്കൊന്നുമില്ലാത്ത കാലത്ത് എങ്ങനെ കേട്ടത്? നബി പ്രസംഗിച്ച പ്രസംഗം മൈക്കില്ലാത്ത കാലത്ത് 1.25 ലക്ഷം ജനങ്ങൾ പരന്നു കിടക്കുന്നു. അതിന് റസൂലുള്ളാഹി ഏർപ്പാട് ചെയ്തു. റസൂലുള്ളാഹി അറഫയിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം നേരെ വലിയ ശബ്ദമുള്ള റബീഅത്ത് ബിൻ ഉമയ്യത്ത് ബിൻ ഖൽഫ് എന്ന സഹാബി അത് ഉറക്കെ ആവർത്തിച്ച് പ്രസംഗിക്കും. റസൂലുള്ളാഹി ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ അപ്പുറത്ത് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഉറക്കെ പ്രസംഗിക്കും. എല്ലാവരും കേട്ടു എന്നതാണ്. അവിടെ പങ്കെടുത്ത എല്ലാവരും ആ പ്രസംഗം കേട്ടു എന്ന്. റബ്ബിന്റെ കാരുണ്യാണ്, റബ്ബിന്റെ അത്ഭുതമാണിത്. എല്ലാവരെയും കേൾപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, അടുത്ത കൊല്ലം ഇതുപോലെ നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് അഭിമുഖീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഹജ്ജ് കാലത്തേക്ക് റസൂൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് 10 ഹിജറ 11-ാം കൊല്ലം റബീഉൽ അവ്വൽ 12-ാം തീയതി മരിച്ചില്ലേ, തിങ്കളാഴ്ച. ഹജ്ജ് കാലത്തിന് ഉണ്ടായില്ലല്ലോ. വരുന്ന കൊല്ലം ഇതേ സമയത്ത് ഇതേ ദിവസത്തിൽ ഇതേ സ്ഥലത്ത് നിങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഈ സ്ഥലം എത്രമാത്രം പവിത്രമാണോ, ഈ ദിനം എത്രമാത്രം പവിത്രമാണോ, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അന്യോന്യം നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണ്, സ്പർശിക്കാൻ പാടില്ല. അറഫയിലെ പ്രസംഗാണ് ഈ കേൾക്കുന്ന സഹോദരങ്ങളെ. എന്താണ് ഈ ദുൽഹജ്ജ് 9 എന്ന ദിവസം എത്രമാത്രം പവിത്രമാണോ, അറഫ എന്ന ഭൂമി എത്രമാത്രം പവിത്രമാണോ, ഈ മാസം, ഈ ദുൽഹജ്ജ് മാസം എത്രമാത്രം അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ടോ, അതുപോലെയായിരിക്കണം നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ രക്തം. സഹോദരന്റെ രക്തം ചിന്താൻ നിനക്ക് അവകാശമില്ല.
ആ സഹോദരന്റെ ധനം കവരാൻ നിനക്ക് അവകാശമില്ല. അവന്റെ അഭിമാനത്തിന് കോട്ടം വരുത്താൻ നിനക്ക് അവകാശമില്ല. അറഫാ ദിനത്തിലെ പ്രസംഗത്തിന്റെ തുടക്കമാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാണ് റസൂലുള്ളാ, ജാഹിലിയ കാലത്തെ എല്ലാ ദുർനടപടികളും ഞാനിതാ എന്റെ കാൽ കീഴിൽ കുഴിച്ചു മൂടുന്നു. ഇനി അതില്ല. ജാഹിലിയ കാലത്ത് പല ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, ഖുറൈശിത്വം എന്നൊക്കെ നമ്മ പറയില്ലേ, ഖുറൈശിത്വം, അതിന്റെ പേരിലൊക്കെ ഒരേ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് നിങ്ങൾ, ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളാണ്. ഒരാൾക്ക് മറ്റേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. എല്ലാവരും സഹോദരങ്ങളാവുന്നു. ഈ മാനവിക പ്രഖ്യാപനത്തിന് തുല്യമായൊരു പ്രഖ്യാപനം ലോകത്തുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് പല സംസ്കാരങ്ങളും പല രീതികളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇതിന് തുല്യമായൊരു പ്രഖ്യാപനം ലോകത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജാഹിലിയത്തിലെ എല്ലാ പരിപാടിയും നിർത്തിയിരിക്കുന്നു. രക്തപ്രതികാരവും ഞാനിതാ അവസാനിപ്പിച്ചിരിക്കുന്നു. റസൂൽ പറയാം, ഒരു ഗോത്രത്തിൽ നിന്നൊരാളെ കൊന്നാൽ ആ കൊന്ന ഗോത്രക്കാരെ ഒന്നിച്ചാക്രമിക്കുന്ന രീതി അതുവരെ ഉണ്ടായിരുന്നു. പക, പ്രതികാരം. നമ്മുടെ ഗോത്രത്തിൽ നിന്ന് ഒരു കുട്ടിയെ കൊന്നാൽ ആ കൊന്ന ഗോത്രത്തിലെ ഒരാളല്ല കൊല്ലുക, പകരം പ്രതികാരമായി 10 ആളൊക്കെ കൊന്നുകളയും. റസൂൽ പറയാണ്, ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇല്ലത്, ഇനി അതില്ല. പ്രതികാരക്കൊലയില്ല ഇനി. മാത്രമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പലിശയും ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു. ആദ്യം റദ്ദ് ചെയ്യുന്നത് എന്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയാണ്. ഇനി ആരും അദ്ദേഹത്തിന് പലിശ കൊടുക്കേണ്ടതില്ല, മുതൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. നോക്കിയേ, സ്വന്തക്കാരുടെ താല്പര്യത്തിനല്ലാന്ന്. നീതിയാണ്, ഇസ്ലാമിന്റെ നീതിയാണ് ഈ പറഞ്ഞത്. വേറെയും പലിശ കൊടുക്കുന്ന മുതലാളിമാരുണ്ടായിട്ടുണ്ട് ആ കാലത്ത്. പക്ഷെ റസൂൽ ആദ്യം റദ്ദ് ചെയ്യുന്നത് സ്വന്തം വലിയ ബഹുമാന സ്നേഹമുണ്ട് നബിക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട്. ആ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബയുടെ പലിശ അദ്ദേഹം കുറെ പലിശ കൊടുത്തിരുന്നു, പണക്കാരനായിരുന്നു. ഇനി ആരും പലിശ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അമാനത്തായി നൽകിയതാണ്. ആ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ഭാര്യമാർക്ക് നിങ്ങളോടും ഒരു ബാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത, അവളുടെ വിരിപ്പിൽ ഒരു അന്യപുരുഷൻ സ്പർശിക്കാൻ പാടില്ല എന്നതാണ്. അന്ന് അറഫയിൽ വെച്ച് പ്രസംഗിക്കണം. ഭർത്താവിന് കുറെ ബാധ്യതകളുണ്ട് ഭാര്യയോട്. അതുപോലെ ഭാര്യയുടെ ബാധ്യതയിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത, അവളുടെ വിരിപ്പിൽ അന്യപുരുഷൻ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ്. ജനങ്ങളെ, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. തറക്തു ഫീക്കും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹ് വസുന്നതി. നബിയുടെ ഒരു വിടവാങ്ങലായി തോന്നിയവർക്കത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നബി നമ്മോട് വിട ചോദിക്കുകയാണോ എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അഭാവത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെ വെറുതെ വിട്ടു പോകുന്നില്ല നിങ്ങളെ. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ എന്റെ ചര്യയിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ വഴി പിഴക്കുകയില്ല. മറ്റൊരു ഹദീസിൽ അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ നശിക്കുകയും ഇല്ല. നമുക്കുള്ളത് അതാ, നമുക്കുള്ളത് രണ്ടുവാ പ്രിയപ്പെട്ടവരെ. ആ ഹോജ ഇങ്ങനെ പറഞ്ഞ്, ഈ ഹോജ ഇങ്ങനെ പറഞ്ഞ്, ആ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർ ഓരോന്നിലേക്ക് പോകണ്ടില്ലേ. ആ ഇമാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മറ്റാളെ കിതാബിൽ ഇങ്ങനെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അന്ന് ഏൽപ്പിച്ചതാ, അത് തന്നെയാ നമുക്കുള്ള അള്ളാഹുവിന്റെ ഖുർആൻ.
റസൂലുള്ളാഹിയുടെ ചര്യ. അതാണ് അതിന്റെ തഫ്സീർ. പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം പിഴക്കുകയില്ല എന്ന് റസൂലുള്ളാഹിയുടെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിയുടെ ചര്യയും മുറുകെ പിടിച്ച് ജീവിച്ചുകൊണ്ട് പിഴക്കാതെ നശിക്കാതെ അള്ളാഹുവിന്റെ പ്രീതിയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ പെരുന്നാൾ തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ നമ്മൾ അവിടെ ആയിരുന്നു. ഇപ്പോഴത് അലോടാണ്. പക്ഷേ കാലാവസ്ഥയുടെ സൂചന മഴയുണ്ടാവും എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുറേ പൈസ അവിടെ ചെലവാക്കിയിട്ട് പിന്നെ പറ്റാതെ വന്നാൽ അത് വലിയ നഷ്ടമാവും. അതുകൊണ്ട് മഴയെ ആശങ്കിക്കുന്നതിനാൽ പള്ളിയിൽ വെച്ച് തന്നെയാണ് ഇപ്രാവശ്യം പെരുന്നാൾ നിസ്കാരം. സുബഹി കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ട്. 7:30 തന്നെ. അതുകൊണ്ട് 7:30 തന്നെ നമുക്ക് പെരുന്നാൾ നമസ്കരിക്കണം. തിങ്കളാഴ്ച വളരെ നേരത്തെ സുബഹി കഴിയുമല്ല, ഒരുങ്ങാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നെ ഉറങ്ങൂല്ല. പെരുന്നാളായിട്ട് ആരെങ്കിലും സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങോ? ഇല്ല. അപ്പോൾ ഒരുങ്ങാൻ നേരമുണ്ട്. വീട്ടിലുള്ളവരെ കുട്ടികളൊക്കെ ഒരുക്കാൻ നേരമുണ്ട്. 7:30 തന്നെ എല്ലാവരും എത്തിച്ചേരുക. ഏറ്റവും സന്തോഷകരമായ ഒരു പെരുന്നാൾ അള്ളാഹു വിശ്വാസികൾക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب الراحمين.